അവനെ ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് അത്രയും കാലം അവനെ പഠിപ്പിച്ചതിന് അവർക്ക് കിട്ടുന്ന എന്താണ് അവർക്ക് തിരിച്ചുള്ള റിട്ടേൺസ് എന്താണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു മകൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ഒരു ഇപ്പമാരോടും ഉമ്മമാരോടും പറയുകയാണ്, എന്നെ ഇപ്പോൾ അനേകം വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളത് ഈ ഇഹലോകത്തെ പരീക്ഷകൾ പാസ്സാവാനുള്ള നിങ്ങളുടെ കോച്ചിങ് അല്ല, നിങ്ങൾ ആ ഇഹലോകത്തെ പരീക്ഷകൾ പാസ്സാവാനുള്ള നിങ്ങളുടെ പ്രോത്സാഹനമല്ല എനിക്ക് ആവശ്യം. ഇഹലോകത്തെ പരീക്ഷ എന്നുള്ളത് ഞാൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കത് വീണ്ടും എഴുതിയെടുക്കാം. ഞാൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വർഷം എഴുതാം. എങ്കിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഒരു പരീക്ഷ എനിക്ക് നേരിടാനുണ്ടോ? എന്നെ പോലത്തെ അനേകം വിദ്യാർത്ഥികൾക്ക് നേരിടാനുണ്ടോ? ഈ സമയത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ആ പരീക്ഷയെ ഞാൻ നേരിടുമ്പോ അവിടെ ഞാൻ ഒന്നാം റാങ്ക് വാങ്ങണമെങ്കിലോ അവിടെ ഞാൻ ഉന്നത മാർക്കോടെ പാസ്സാവണമെങ്കിലോ ഇന്ന് നിങ്ങളുടെ മക്കളെ ദീനീ രീതിയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതായിട്ടുള്ള എല്ലാ ഖുർആൻ ക്ലാസുകളിലേക്കും നിങ്ങൾ പങ്കെടുക്കുന്നതായിട്ടുള്ള എല്ലാ പരിപാടിയിലേക്കും നിങ്ങൾ പങ്കെടുപ്പിക്കണം. നിങ്ങൾ ഇപ്പൊ നമുക്കറിയാം, മാർച്ച് മാസം വന്നു കഴിഞ്ഞാൽ പരീക്ഷയുടെ കാലമാണ്. ആ പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പത്രങ്ങളിൽ വായിക്കാൻ സാധിക്കും, അനേകം ആത്മഹത്യകള്, അനേകം വിഷം കഴിച്ചുകൊണ്ടും തൂങ്ങി മരിച്ചുകൊണ്ടും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم. صدق الله العظيم. ആദരണീയരായ പണ്ഡിതന്മാരെ, ജനപ്രതിനിധികളെ, താനാളൂർ ശാഖയിലെ ഇസ്ലാഹി സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, ഇന്നും നാളെയുമായി നടക്കുന്ന താനാളൂർ ശാഖ മുജാഹിദ് സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിലാണ് നമ്മളിപ്പോഴും ഉള്ളത്. ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടത് ആദരണീയനായ ജനപ്രതിനിധി അബ്ദുറഹ്മാൻ കണ്ടത്താണി MLA അവറുകളായിരുന്നു. അദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിക്കുകയില്ല എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, വളരെയേറെ അധ്വാനവും അതിലപ്പുറം വിലപ്പെട്ട നമ്മുടെ സമയവും ചെലവഴിച്ചിട്ടാണ് ഈ വിധത്തിലുള്ള ഒരു സമ്മേളനം ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ മുഴുവൻ ശാഖകളിലും ചെറിയ ശാഖകളാണ് എങ്കിൽ ഒന്നോ രണ്ടോ ശാഖകൾ ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ ശാഖാതലത്തിൽ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജില്ലയിലുള്ള സമ്മേളനത്തിന്റെ പ്രാരംഭം എന്നുള്ള നിലയിൽ ആദ്യത്തെ സമ്മേളനമാണ് ഇതെന്ന് തോന്നുന്നു. ഈ മണ്ഡലത്തിലെന്ന് മാത്രമല്ല, നമ്മുടെ ജില്ലയിലെ മറ്റ് ശാഖകൾക്ക് കൂടി മാതൃയാകുന്ന വിധത്തിലാണ് ഈ സമ്മേളനം ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് എന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുകയാണ്. ജില്ലയുടെ ഒരു ഉത്തരവാദപ്പെട്ട ഭാരവാഹി എന്നുള്ള നിലയിൽ കൂടി ഞാൻ എന്റെ സന്തോഷം ആദ്യമായി അറിയിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രത്യേകിച്ച്
ഒരു മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മുജാഹിദാവണമെന്നില്ല, ഏത് സംഘങ്ങളിൽപ്പെട്ടവരാണെങ്കിലും ആത്യന്തികമായിട്ടുള്ള ഒരാളുടെ ലക്ഷ്യം അത് പാരത്രിക മോക്ഷവും വിജയവും സ്വർഗവുമാണ് എന്ന് വിചാരിക്കുന്ന ആരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്കറിയാം വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ പ്രവർത്തിച്ചതുപോലെ വരാനിരിക്കുന്ന ഒരു കാലം അന്ന് മുസ്ലിമായി അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ജീവിക്കുന്ന ഒരാളിന് കനൽക്കട്ട തീക്കണലിന്റെ കട്ട അല്ലെങ്കിൽ തീക്കണൽ പിടിക്കുന്ന അനുഭവമായിരിക്കും ഉണ്ടാവുക എന്ന് പ്രതീക്ഷിച്ച ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് MSMന്റെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ച ഒരു കാര്യം, ആ ഒരു പോയിന്റിൽ മാത്രം അദ്ദേഹം പൂർത്തിയാക്കാതെ പോയിട്ടുള്ള ആ ഒരു പോയിന്റിൽ മാത്രം ഊന്നിക്കൊണ്ടാണ് ഞാൻ എന്റെ സംസാരം ഒരു 2-3 മിനിറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒക്കെ തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന് ഒരു ശരാശരി ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മക്കളിലുള്ള അമിതമായിട്ടുള്ള പ്രതീക്ഷ, ആ മക്കളാണ് എല്ലാം എന്ന് വിചാരിക്കുന്നത്. ഇന്ന് താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നീണ്ട നിരയാണ് നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്മാരും ഒക്കെ തന്നെ ആനുകൂല്യത്തിന് വേണ്ടി, OBCയുടെ ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി, ക്രിമിനലിന്റെ ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് എൻകറേജ് വേണ്ടി. കാരണം ആ രൂപത്തിൽ കൂടി ഭൗതികമായ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിന് വേണ്ടി ആവുന്നതൊക്കെ ചെയ്യുന്ന തിരക്കിലാണ് നമ്മൾ. മക്കൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നു, നല്ലത് തന്നെ, ഇല്ല, ഏത് വിദ്യാഭ്യാസത്തെയും നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല. പക്ഷെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ യുവാക്കളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും പ്രായം ചെന്നവരാണെങ്കിൽ പോലും ഇത് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും വായിക്കുന്നതും പങ്കെടുക്കുന്നതും സഹവസിക്കുന്നതും ഒക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന, യഥാർത്ഥത്തിൽ നിന്ന് യഥാർത്ഥ മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് ജീവിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്ന പലതിലേക്കുമാണ് നമ്മൾ പ്രായം ചെന്നവർക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ സാഹചര്യം അതാണെന്ന് കാണുമ്പോഴാണ് നമ്മുടെ ബാധ്യത വർദ്ധിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിക്കേൽപ്പിച്ച സുത്തം നമ്മൾ 17 പ്രാവശ്യം നിർബന്ധമായും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. യാന്ത്രികമായിട്ടാണ് നമ്മളത് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് അത് അങ്ങനെയായിപ്പോയി. സൂറത്തുൽ ഫാത്തിഹയിലെ ആകെ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചിരിക്കണമേ, നേർമാർഗം ഏതാണോ അതിലൂടെ ഞങ്ങളെ നീ മുന്നോട്ട് നയിക്കണമേ എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഈ സാഹചര്യത്തിൽ ആ ഒരു പ്രാർത്ഥനയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ നയിക്കുവാൻ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ, ഇത്തരത്തിലുള്ള ദഅവത്ത് കുടുംബസംഗമങ്ങൾ, ഇതൊക്കെ നമുക്ക് ഉപകാരപ്രദമായി തീരണം. അതിന്റെ സത്ത നമ്മൾ ഉൾക്കൊള്ളണം. ഈ പണം ചെലവഴിച്ചതും ഈ ഇതിനു വേണ്ടി നമ്മൾ അധ്വാനിച്ചതും ഒക്കെ തന്നെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ നമ്മൾ ഗുണം ചെയ്യണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ ക്ഷണിച്ചു വെച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെയും അത് ഗുണം ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന ആ അറിവ്, ആ വിവരം, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് സാധ്യമാണ് എന്ന് എല്ലാം ഒരു യാന്ത്രികമായി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രസംഗിക്കുന്നവരാണെങ്കിൽ അവർ പ്രസംഗിച്ചു പോയി. നമ്മൾ മറ്റേതെങ്കിലും ഒരു പ്രൊഫഷൻ പോലെ തന്നെ ഇതും ഒരു പ്രൊഫഷനായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്ന് വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. നമ്മളൊരു ഗാനമേള കേൾക്കുന്നത് പോലെ അല്ലെങ്കിൽ നല്ലൊരു സിനിമ കാണുന്നത് പോലെ നമ്മളത് ആസ്വദിച്ച് നമ്മൾ തിരിഞ്ഞു പോകുന്നു. ഈ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത് വഴി ഇവിടെ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ, ഇവിടെ നിന്ന് കേൾക്കുന്ന പ്രസംഗങ്ങളൊക്കെ തന്നെയും നമ്മളത് കേട്ട് നല്ല പ്രസംഗം,
അതല്ലെങ്കിൽ അതത്ര വേണ്ടത്ര ആയില്ല എന്നുള്ള റിമാർക്കോട് കൂടി നമ്മൾ തള്ളിക്കളയുന്നു. ജീവിതത്തിലൊരു മാറ്റത്തിന് ഈ പ്രസംഗം നമുക്ക് ഉപയോഗമാകുന്നില്ല എങ്കിൽ ഈ പണം ചെലവഴിച്ചതിന്റെ ഇതിന് അധ്വാനിച്ചതിന് എന്ത് ഗുണമാണ് നമുക്ക് ലഭിക്കുന്നത്? ഈ സദസ്സിലിരിക്കുന്ന എന്റെ സഹോദരന്മാരും സഹോദരികളും മനസ്സിലാക്കേണ്ടത്, ഈ താനാവൂർ ശാഖയുടെ സമ്മേളനം, മുജാഹിദ് സമ്മേളനം കഴിഞ്ഞതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഇന്നലെ ഇല്ലാത്ത ഒരു പുതിയ കാര്യം